രാവിലെ തന്നെ കണ്ണും മുഖവും പോലും കഴുകാതെ വന്നതേ മുറ്റത്തിരിക്കുകയാണ് ചേട്ടൻ അനിയനും കൂടി. രാവിലെ ഇറങ്ങി ഇങ്ങോട്ടാണ് കേട്ടോ, നേരെ വന്ന മുഖം പോലും കഴുകാൻ സമ്മതിച്ചിട്ടില്ല. ഡാഡയും വിളിക്കുക. ഇവന്മാർക്ക് ഇവിടെ കാണാൻ ഇതിനു വേണ്ടി എന്താണെന്ന് അറിയത്തില്ല. എന്തായാലും ഡാഡയെ തിരക്കി അകത്തേക്ക് കയറി പോവാണ്. അതിന്റെ ഇടയിൽ ചേച്ചി എവിടെ നിന്നായിരിക്കും നിങ്ങൾ ആലോചിക്കുന്നത്? ചേച്ചിയെ ഞാനിപ്പോ കാണിച്ചു തരാം. അതിനിടയിൽ ഒരു തന്റെ അവരുടെ വെള്ളവും പാത്രവും കമത്താൻ നോക്കുന്നുണ്ട്. ഇവൻ എവിടെ തൊട്ടാലും കുഴപ്പമാണ്. ഇതേ കിടക്കുന്ന സോഫാറാണി ഇപ്പൊ ഉറക്കം എണീറ്റ് വരികയാണ്. ഓൾറെഡി ഒരു റൗണ്ട് ഉറക്കം കഴിഞ്ഞതാണ്. ഇനി ഇവന്റെ അടുത്ത ഇത് അവന് ബുബുവിൽ കയറി പോകണമെന്ന്. ബൈക്കിന് ബുബു എന്നാണോ പറയുന്നത്? ബൂം ബൂം ബൂം, അതിന്റെ ബുബു ആണത്. അപ്പൊ അതിൽ കയറി പോകണമെന്നാണ് പറയുന്നത്. ഞാൻ പറഞ്ഞു ഓക്കെ നീ വാ, നമുക്ക് പല്ല് വെച്ചിട്ട് പോവാം, ഒരു രക്ഷയില്ല, അതിൽ കയറി പോയേ അവന് പറ്റത്തുള്ളൂ. ഇതൊന്ന് സഹിക്കാൻ വയ്യാതെ ഈസോ അവിടെ കിടക്കുന്നുണ്ട്. ഈ ചെറുക്കൻ രാവിലെ ബുബുവിൽ കയറി എങ്ങോട്ടാ പോകുന്നത്? ഇനി ഞാൻ ഇവനെ കാണാതെ ഇവിടെ വിഷമിച്ചിരിക്കണമല്ലോ എന്നാണ് ഈസോ ആലോചിക്കുന്നത്. ബുബുവിൽ കൊണ്ടുപോകാത്ത വിഷമത്തിൽ ഇത് ആലിയെ വന്ന് കെട്ടിപ്പിടിക്കുകയാണ്. ആലിയോട് റെക്കമെൻഡേഷൻ നടത്താനും പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇല്ല നിന്നെ എങ്ങും പോവാൻ ഞങ്ങൾ വിടത്തില്ല, നീ എപ്പോഴും ഞങ്ങളുടെ കൂടെ കളിക്കാനായിട്ട് ഇവിടെ വേണം എന്നാണ് ആലി പറയുന്നത്. ഇനി സ്കൂളിലെങ്കിൽ ഇവനെ വിടും എന്തോ രണ്ടും കൂടി, അതും കഷ്ടമായിരിക്കും കേട്ടോ. ഇവനെ കാണാതിരുന്ന വലിയ സങ്കടമാണ്. ഇവന്റെ കൈ ഇരിക്കുന്നത് എന്റെ പുതിയ ടങ് ക്ലീനർ ആണ്. അതിന്റെ ഇടയിൽ ഇത് ആലിയുടെ മടിയിലേക്ക് ചാഞ്ഞി പോകാനായിട്ട് പൊന്നുമോനൊന്ന് ശ്രമിച്ചു. ഞാൻ പിടിച്ചു മാറ്റി കേട്ടോ. അവന് എന്തൊക്കെ പറഞ്ഞാലും ഇവന്റെ വെയിറ്റ് താങ്ങാൻ പറ്റൂല എന്ന് പറഞ്ഞ് ഞാൻ പിടിച്ചു മാറ്റി. ആലി അമ്മ എന്നെ ഒന്ന് കൊഞ്ചിച്ചെന്ന് പറഞ്ഞ് കിടക്കുവാണ്. അങ്ങനെ ഞാൻ ഇച്ചിരി നേരം കൊഞ്ചിച്ചു. പിന്നെ അടുക്കളയിൽ നിറയെ ജോലി ഉള്ളതുകൊണ്ട് ഞാൻ രണ്ടുപേരെടുത്തും പറഞ്ഞ് അകത്തേക്ക് കയറി വാ എന്ന്. രണ്ട് മൈൻഡ് ചെയ്തില്ല, അത് മറ്റൊരു സത്യം. ഉറക്കം എണീറ്റ് വരുമ്പോ ഇവ എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ടായിരിക്കും വരുന്നത്. അവന്റെ ടോയ്സ് എന്തെങ്കിലും. ഇന്നെന്തായാലും അവന്റെ ടോയ്സ് ഒന്നും കിട്ടാത്തതുകൊണ്ട് നേരെ വന്നെടുത്തത് അതിന്റെ ടങ് ക്ലീനറാണ്. എന്നിട്ട് അതവിടെ പറത്തി കളിക്കുന്നുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ചേട്ടനും കൊടുക്കുന്നുണ്ട്. ചേട്ടൻ മൈൻഡ് ചെയ്യുന്നില്ല, എന്നെ പേടിച്ചിട്ടായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് മൂന്നുപേരും പൊസിഷൻ മാറും. ഇപ്പൊ അതേ ചെയ്യുന്ന എന്തോ ഒരു കരിയില എടുത്തിട്ട് ആലിക്ക് കൊടുക്കുകയാണ്. അവൻ വേണ്ടാന്ന് കാണിച്ചപ്പോഴേക്കും നേരെ എന്റെ കയ്യിലേക്ക് എടുത്ത് തരുന്നുണ്ട്. എന്നിട്ട് അവൻ തന്നെ അതങ്ങ് എടുത്ത് മാറ്റി ചെവിയിലോ എവിടെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട്. ഈസോ ആണെങ്കിൽ ഇതൊന്നും കണ്ട് സഹിക്കാൻ വയ്യാതിരിക്കണം. അവളുടെ കണ്ണില് ചുമന്ന കളറുണ്ട് കേട്ടോ. കാര്യം എന്താണെന്നറിയോ? ഉറങ്ങിയിരിക്കുന്നതാണ് കണ്ടോ. കണ്ണൊക്കെ ഇരിക്കുന്നുണ്ടോ? കിറങ്ങിയിരിക്കുകയാണ്, കിറങ്ങി. ചേച്ചിമാരെ വലിയ ഇഷ്ടമാണ് ഇത്. അപ്പൊ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയെ നോക്കുകയാണ്. ചേച്ചി ഉണ്ടോ?